മാത്രം വിനീഷ് കെ വിജയൻ, ഒരുപക്ഷെ താങ്കൾ പറയുന്നത് ടി പി ചന്ദ്രശേഖരൻ വധം ഒരു രാഷ്ട്രീയ കൊലപാതകമല്ല എന്നായിരിക്കും. കോടതിയടക്കം പറഞ്ഞിട്ടുണ്ട് ടി പി ചന്ദ്രശേഖരൻ കൊലപാതകം ഒരു പ്രദേശത്തുണ്ടായ രാഷ്ട്രീയ വൈരാഗ്യം മൂലമാണ് ഉണ്ടായത് എന്നാണ് പ്രത്യേക കോടതി പോലും നിരീക്ഷിച്ചിട്ടുള്ളത്. ആ ഒരർത്ഥത്തിൽ അത് രാഷ്ട്രീയപരമായ കൊലപാതകം എന്ന് തന്നെയാണ് മാധ്യമങ്ങളടക്കം, ദേശീയ മാധ്യമങ്ങളടക്കം ആ വിഷയം കൈകാര്യം ചെയ്തത്. അതൊരു പക്ഷേ തെരഞ്ഞെടുപ്പ് രംഗത്ത് കോൺഗ്രസ് വലിയ ആയുധമാക്കുകയും ചെയ്തു. ഇടതുപക്ഷത്തിനെതിരെ, പ്രത്യേകിച്ച് CPIM-നെതിരെ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവർ ആ TP കുറിച്ച് പറയുന്നില്ല, ചിന്തിക്കുന്നില്ല എന്നർത്ഥത്തിലാണ് ഇപ്പോൾ ചർച്ച പോകുന്നത്. ആ രീതിയിൽ ടി പി ചന്ദ്രശേഖരൻ വധത്തെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കുകയായിരുന്നോ കോൺഗ്രസ്? തീർച്ചയായിട്ടും അതെ. ടി പി ചന്ദ്രശേഖരൻ വധത്തിന് കോൺഗ്രസ് രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചു എന്നുള്ളത് മാത്രം. കാരണം ജനങ്ങളെ സംബന്ധിച്ചോളം TP എന്ന് പറഞ്ഞ ഒട്ടും പ്രസക്തമായിട്ടുള്ള വിഷയമായിരുന്നില്ല. കേരളത്തിൽ നടക്കുന്ന നിരവധി രാഷ്ട്രീയ കൊലപാതകങ്ങളുണ്ട്. അത് TP-യുടെ മാത്രമല്ല, നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഒന്ന് മാത്രമായിരുന്നു ടി പി ചന്ദ്രശേഖരൻ. കൊലപാതക രാഷ്ട്രീയം അവസാനിപ്പിക്കണം എന്നുള്ളത് എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും CPM എല്ലാ കാലത്തും മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങളാണ്. അന്യന്റെ സ്വരത്തിന് സംഗീതമായി ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ടി പി ചന്ദ്രശേഖരനായിരുന്നാലും ഏതൊരാളായാലും കൊലപാതക രാഷ്ട്രീയം അവസാനിപ്പിക്കണമെന്ന് കൃത്യമായ രാഷ്ട്രീയ നിലപാടുള്ള ഒരു പാർട്ടിയാണ് CPIM. ഇതിന്റെ അകത്ത് ടി പി ചന്ദ്രശേഖരനെ ഉപയോഗിച്ചുകൊണ്ട് CPM-നെ ഏതൊക്കെ രീതിയിൽ തകർക്കാമെന്നുള്ളത് മാധ്യമ ടെററിസം എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ മാധ്യമങ്ങളും UDF നേതൃത്വവും ചേർന്നിട്ട് CPIM-നെതിരെ ആസൂത്രണം ചെയ്യുകയും നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ വാർത്തകളിലെല്ലാം. ഈ എന്തെല്ലാം വിഷയങ്ങൾ വിചാരണ നടക്കുന്ന സമയത്ത് എന്തെല്ലാം വിഷയങ്ങൾ വാർത്തകൾ ഈ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. റൈറ്റ്, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ഷാനവാസ്, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ തിരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായ വിലയിരുത്തലുകളെല്ലാം തന്നെ വടകരയിൽ, പ്രത്യേകിച്ച് ടി പി ചന്ദ്രശേഖരന്റെ പ്രവർത്തന മണ്ഡലമായിരുന്ന വടകരയടക്കം വലിയ രീതിയിലുള്ള സ്വാധീനമുണ്ടാക്കും. ടി പി ചന്ദ്രശേഖരന്റെ വധവും അതിനെ തുടർന്നുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങളും കേരളത്തിലടക്കം ഇടതുപക്ഷത്തിനെതിരെ കോൺഗ്രസ് ഒരുപക്ഷെ ഉയർത്തിക്കാട്ടിയ വലിയൊരു വിഷയം കൂടിയായിരുന്നു അത്. കേരളത്തിൽ ഇപ്പോൾ വോട്ടെടുപ്പ് കഴിഞ്ഞു. മെയ് 16-ന് അതിന്റെ തിരഞ്ഞെടുപ്പ് ഫലം വരാൻ പോവുകയാണ്. എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്തെ ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം? അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ടി പി ചന്ദ്രശേഖരനെ UDF-ഉം അതുപോലെ CPM-ലെ വലതുപക്ഷ വ്യതിയാനത്തിനെതിരെ ശബ്ദിക്കുന്നവരും അവകാശപ്പെടുന്നവരും എല്ലാവരും ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് സത്യം. യഥാർത്ഥത്തിൽ അച്യുതാനന്ദൻ പോലും ടി പി ചന്ദ്രശേഖരനെ സ്വന്തം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു എന്ന് സംശയിക്കാൻ ന്യായമായും വകയുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന്റെ പാർട്ടിയിലെ ഒരു പ്രശ്നം വന്നപ്പോൾ അച്യുതാനന്ദൻ മറുകണ്ഠം ചാടുന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചു എന്നാണ് എല്ലാവർക്കും കാണാൻ കഴിഞ്ഞത്. അതുപോലെ UDF-ഉം ചന്ദ്രശേഖരന്റെ കാര്യത്തിൽ സ്വന്തം മുതലെടുപ്പിനല്ലാതെ അദ്ദേഹത്തിന്റെ വധക്കേസ് അന്വേഷിക്കുന്നതിലോ അല്ലെങ്കിൽ അത് CBI-ക്ക് കൈമാറി യഥാർത്ഥ ഗൂഢാലോചന കേസിലെ പ്രതികളെ പുറത്തു കൊണ്ടുവരുന്നതിനോ ശ്രമിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തെരഞ്ഞെടുപ്പിൽ അത് എത്രമാത്രം സ്വാധീനിച്ചു എന്നുള്ളത് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയാവുന്നതാണ്. ഏതായാലും കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ പോലും വടകരയിൽ ഉണ്ടായ തോൽവി, അതാണ് യഥാർത്ഥത്തിൽ ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് രാഷ്ട്രീയം അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ വടകരയിൽ ഇത്തവണയും അത് പ്രതിഫലിക്കും എന്നുള്ളത് തന്നെയാണ് പറയാൻ കഴിയുന്നത്. റൈറ്റ്, ഞാൻ തിരിച്ചു വരാം താങ്കളേക്ക്. ശ്രീ TP ദിനേശൻ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? ഇന്നും പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് ടി പി ചന്ദ്രശേഖരന് അനുകൂലമായി അല്ലെങ്കിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ആർമിക്ക് അനുകൂലമായി സംസാരിച്ച VS അച്യുതാനന്ദൻ പോലും തെരഞ്ഞെടുപ്പ് സമയത്ത് അതിനെ എതിർക്കുന്ന ഒരു സ്ഥിതി വന്നു, പാർട്ടിക്കൊപ്പം നിൽക്കുന്ന സ്ഥിതി വന്നു. ഈ ഒരർത്ഥത്തിൽ ചന്ദ്രശേഖരനെ പിന്തുണച്ചവർ ഒക്കെ അതിനെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കുകയല്ലേ ചെയ്തത്, VS അച്യുതാനന്ദൻ അടക്കം? ഇതില് കൃത്യമായ നിലപാട് പറയേണ്ട ഒരു ഘട്ടം വന്നിരിക്കുകയാണ്. ഇപ്പോഴും സംസാരിച്ച വിനീഷ് അല്ലെങ്കിൽ സാജിത്ത് ഇവരൊക്കെ പറയുന്ന കാര്യങ്ങൾ ചന്ദ്രശേഖരന് ഒന്നുമല്ല. ചന്ദ്രശേഖരൻ ആരും ആയിരുന്നില്ല, ഒരു ലോക്കൽ കമ്മിറ്റി ആയിരുന്നു. ഇനി ചന്ദ്രശേഖരന് യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ പോകുന്നില്ല. ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് നമ്മള് കഴിഞ്ഞ 2 കൊല്ലമായി എന്താ പറയാ മാർക്സിസവും അല്ല കലക്കി കുടിച്ച ഒരുപാട് നേതാക്കന്മാര് ചന്ദ്രശേഖരന്റെ കൊലപാതകം CPM അല്ല നടത്തിയത്, CPM-ന് യാതൊരു ബന്ധവുമില്ല എന്നിട്ട് നമ്മൾ കുറെ നാടകങ്ങളും കുറെ ബുദ്ധിമുട്ട് കോടികൾ ചെലവാക്കി പിരിച്ച് ഗൾഫ് രാഷ്ട്രങ്ങളിൽ പോലും വന്ന് പിരിച്ചു കൊണ്ടുപോയിട്ട് മാധ്യമങ്ങളെയും പല ആൾക്കാരെയും കയ്യിലെടുത്ത ശേഷം നമ്മൾ പ്രചരിപ്പിച്ച കുറെ കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. പിന്നെ ഇത് അതിവേഗ കോടതികളിൽ കൂടെ അത് ശിക്ഷിക്കപ്പെടുകയും ഇതിന്റെ പിന്നിൽ ആരാണെന്നും ഇത് ആരാണ് കൃത്യമായി നടത്തിയതെന്നും ഇപ്പം പിണറായി വിജയൻ അടക്കമുള്ള എല്ലാ ആൾക്കാർക്കും കൃത്യമായിട്ട് അറിയാം. പിന്നെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് പല നാടകം കളിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് വിനീഷിനെ പോലുള്ള കുറച്ച് ആൾക്കാർ അതിന് ചൂട് പിടിച്ചിട്ട് ഇപ്പൊ സംസാരിക്കുന്നത് അതിലൊന്നും ഒരു പ്രസക്തി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം എന്ന് വെച്ചാൽ കൃത്യമായി കോടതി അത് ശിക്ഷിച്ചു കഴിഞ്ഞു. ഇനി മറ്റുള്ള ആരെ പുറത്താക്കിയില്ലെങ്കിൽ നമ്മളെ ഇനി എന്താ പറയുക എന്നുള്ളത് ആർക്കും ഒരു പിടുത്തമില്ല. കാരണം ചില
തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ VS-ന്റെ സഹായം, അത് കഴിഞ്ഞ് VS-നെ ആ രീതിയിൽ, ഇതൊക്കെ രാഷ്ട്രീയത്തിലെ സംവിധാനമാണ്. ഇപ്പൊ നടക്കുന്നത് നിങ്ങൾക്ക് അറിയാലോ, അവിശുദ്ധമായ കാര്യങ്ങളാണ് നടക്കുന്നത്. അത് ബാക്കി പറയണ്ട. പക്ഷെ ഒരു കാര്യമാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ചെറിയ പ്രദേശത്ത് ഒരു ചെറിയ കാര്യങ്ങളിൽ മാത്രം വിയോജിച്ചുകൊണ്ട് പുറത്തു വന്ന ആളല്ല ചന്ദ്രശേഖരൻ ആരുമല്ല എന്ന് പറയുന്ന വിനീഷ് ഒരുപക്ഷെ ചന്ദ്രശേഖരന്റെ ജീവിതം കുറച്ചും കൂടെ പഠിക്കുന്നത് നല്ലതായിരിക്കും. കാരണം പൊതുവെ ഞാനൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പഠിച്ചതല്ല, നേരിട്ട് കാര്യങ്ങൾ കണ്ടുകൊണ്ട് മനസ്സിലാക്കിയ, സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ പോലും മാറ്റി വെച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടാണ് ഇപ്പോഴും ചന്ദ്രശേഖരൻ മീഡിയയിൽ കൂടി ചർച്ച ചെയ്യുന്നത്. 2 കൊല്ലമായിട്ട് ഒരുപാട് കൊലപാതകം നടക്കുന്നു, അത് ഇല്ലാതാവണം എന്നുള്ളത് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു കൂട്ടത്തിൽ തന്നെയുള്ള ഒരു വിനീതമായുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയാണ്. ഈ ഗൾഫ് മേഖല എനിക്കറിയാം, ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോഴും CPM-ന്റെ ചുവട് പിടിച്ച് CPM-നെ സ്വന്തം ചോരവിൽ നടക്കുന്ന ആൾക്കാർ ഇപ്പോഴും സ്ഥിരമായിട്ട് എന്നെ വിളിക്കുന്നുണ്ട്. അതിന്റെയൊക്കെ കാരണം ഒരുപക്ഷെ വിനീഷിന് അറിയില്ലായിരിക്കാം, അത് വേറെ കാര്യം. പക്ഷെ ഒരു കാര്യം, നമ്മളൊരു ആശയം മുന്നോട്ട് വെക്കുമ്പോൾ അത് ഏത് രീതിയിൽ ജനങ്ങളിൽ എത്തിക്കണമെന്ന് കൃത്യമായി തെളിയിച്ച ഒരു സഖാവാണ് TP. അത് ആർക്കും മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കുന്നു. TP ചന്ദ്രശേഖരൻ അത്തരം ആശയം മുന്നോട്ട് വയ്ക്കുമ്പോൾ അദ്ദേഹം പ്രതിദാനം ചെയ്ത RMP എന്ന പ്രസ്ഥാനം ഒരുപക്ഷെ TP ചന്ദ്രശേഖരൻ വധത്തിന് ശേഷം വലിയ തരംഗം ഉണ്ടാക്കും കേരളത്തിൽ എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന RMP എന്ന പ്രസ്ഥാനത്തിന് പോലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് കരുതുന്നുണ്ടോ താങ്കൾ? ഇത് ഞാൻ പറയാം, RMP എന്നുള്ള ഒരു പ്രസ്ഥാനം ഉടലെടുക്കുന്നതും അതിന്റെ മുന്നോട്ടുള്ള പ്രയാണങ്ങളും ഏത് രീതിയിലാവണം എന്ന് കൃത്യമായിട്ട് കാര്യങ്ങൾ നോക്കിക്കണ്ട ഒരു വ്യക്തി എന്ന രീതിയിൽ ചന്ദ്രശേഖരൻ അത് രൂപീകരിച്ചു, അത് മുന്നോട്ട് പോയി, അയാൾ അത് ജീവൻ കൊടുക്കും. കഴിഞ്ഞ ഏപ്രിൽ 30 അയാൾ പറഞ്ഞത് അത് കൃത്യമാണല്ലോ. ഒരുപക്ഷെ നമ്മൾ കണ്ടിരിക്കുന്ന ഒരുപാട് CPM ആയിക്കോട്ടെ, CPI ആയിക്കോട്ടെ, എല്ലാം മുന്നോട്ട് വന്നത് ഒരു ദിവസം പൊട്ടിമുളച്ച പാർട്ടികളൊന്നുമല്ല. അത് കൃത്യമായിട്ട് ആദർശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച് മുന്നോട്ട് വന്ന പാർട്ടികളാണ്. ഇനിയും കുറച്ചുകൂടെ സമയം നമുക്ക് കൊടുത്തേ പറ്റൂ. ഇപ്പൊ ആം ആദ്മി പാർട്ടി വന്നതുപോലെ ജനങ്ങളുടെ വികാരം മാത്രം മുതലെടുത്ത് മുന്നോട്ട് വരുന്ന ഒരു അവസ്ഥയിലല്ല RMP എന്ന് ഉദ്ദേശിക്കുന്നത്. RMP എന്ന് വെച്ചാൽ ഒരു കൃത്യമായ രാഷ്ട്രീയ ദിശ വെച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് കൃത്യമായി അതിന്റെ ആവശ്യമായ സമയം, സംഘടനാ ശക്തി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പ്രത്യേകിച്ച് RMPയുടെ സംവിധാനം കെട്ടിപ്പടുക്കുന്നതിന് മുമ്പേ അതിന്റെ തലപ്പത്തിരുന്ന ഒരാള് ക്രൂരമായി കൊല ചെയ്യപ്പെടുകയും അത് ഒരു നാഥനില്ലാതെ വന്നപ്പോൾ അത് ഏറ്റെടുക്കാൻ 100 കൂട്ടം ആൾക്കാർ വന്നതും അത് കൃത്യമായി പഠിക്കാൻ സമയം വേണ്ടി വരും. അത് എത്രത്തോളം മുന്നോട്ട് പോകുന്നു, അതിന്റെ ആശയം എത്രത്തോളം വിജയത്തിലേക്ക് പോകുന്നു എന്നുള്ളത് മറ്റൊരു വിഷയം. ഞാൻ തിരിച്ചു വരാം താങ്കളേക്ക്. ശ്രീ ഷാനവാസ്, ഒരുപക്ഷെ ഇപ്പോൾ ദിനേശ് സൂചിപ്പിച്ചതുപോലെ RMP ഉപയോഗിക്കേണ്ട യഥാർത്ഥ പ്ലേസ് ഈ ഇലക്ഷനിൽ അവർക്ക് വലിയ രീതിയിലുള്ള സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. RMP അടക്കമുള്ളവർ ഒരുപക്ഷെ അതിൽ പരാജയപ്പെട്ടു എന്ന് വേണ്ടേ കരുതാൻ? RMP വേണ്ട വിധത്തിൽ ആ അവസരം വിനിയോഗിച്ചില്ലെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. കാരണം വടകര മണ്ഡലത്തിൽ രമ മത്സരിക്കുകയാണെങ്കിൽ ഞങ്ങളും വോട്ട് ചെയ്യുമായിരുന്നു എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് അനുഭാവികളെ പോലും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആ മണ്ഡലത്തിൽ നിന്നുള്ളയാളാണ്. പക്ഷെ ആ രീതിയിലുള്ള ഒരു ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ RMPക്ക് കഴിഞ്ഞില്ലെന്നാണ് യാഥാർത്ഥ്യം. എന്താണ് അവർ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ലെങ്കിൽ പോലും വടകര മണ്ഡലം ഇതിനേക്കാൾ കൂടുതൽ അഭിമാന പോരാട്ടമായി അവർ എടുക്കേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. റൈറ്റ്. വിനീഷ് കെ വിജയൻ, CPIM-ന് പ്രത്യേകിച്ച് ഇടതുപക്ഷ CPM-ന് എങ്ങനെ ഇതിൽ നിന്ന് മുഖം ഇതാക്കാൻ കഴിയും? ഇപ്പോഴും CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ കുഞ്ഞനന്ദൻ അടക്കം ജയിലിലാണ്. എന്നിട്ടും ഇപ്പോൾ TP ചന്ദ്രശേഖരന്റെ കൊലപാതകം രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന തരത്തിലുള്ള വിലയിരുത്തലുകൾ CPM-ന്റെ പല ഭാഗത്തു നിന്നും വരുന്നു. കോടതി അടക്കം പറഞ്ഞു ഇത് രാഷ്ട്രീയ കൊലപാതകമാണ്, രാഷ്ട്രീയ വൈരാഗ്യം മാത്രമാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്ന്. ആ രീതിയിൽ തന്നെയാണ് വിധി പ്രസ്താവം വന്നത്. പിന്നെ എങ്ങനെ ഇപ്പോഴും ഇതൊരു രാഷ്ട്രീയ കൊലപാതകമല്ല, അദ്ദേഹം മരിച്ചിട്ട് 2 വർഷമായിട്ടും ഈ ഘട്ടത്തിൽ എങ്ങനെ പറയാൻ കഴിയും? TP ചന്ദ്രശേഖരൻ വധക്കേസിന്റെ അകത്ത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു കൊലപാതകമല്ല എന്ന് ആദ്യമായി പറഞ്ഞിട്ടുള്ളത് CPM അല്ല. ആദ്യമായി DGP ആയിരുന്ന ആളാണ് ഈ കേസിന്റെ അകത്ത് കൃത്യമായി, ജേക്കബ് പുന്നൂസാണ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള കൊലപാതകമല്ല, രാഷ്ട്രീയത്തിന് പുറത്തുള്ള ചില മാനങ്ങളും ചില ലക്ഷ്യങ്ങളും ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് അന്നത്തെ DGP ആണ്. പിന്നീട് ഈ കേസ് അന്വേഷിച്ചിരുന്ന B ശ്രീജിത്ത് IPS-നെ മാറ്റുകയും പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ വരികയും കൃത്യമായ രീതിയിൽ ചില ഗൂഢാലോചനകൾ ഇതിന്റെ അകത്ത് നടക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മോഹൻ മാഷ് അടക്കമുള്ള CPM-ന്റെ നേതാക്കന്മാർ ഇതിന്റെ അകത്ത് പ്രതി ചേർത്തിട്ടുള്ളത്. ഇത്തരത്തിൽ വലിയൊരു ജംബോ പ്രതിപത്തിക തയ്യാറായിട്ടാണ് ആദ്യഘട്ടത്തിൽ കോടതി. അവസാനമായി ശ്രീ TP ദിനേശൻ, കേസ് അന്വേഷണത്തിന്റെ ആദ്യഘട്ടം മുതൽ അവസാന ഘട്ടം വരെ പറഞ്ഞത് ഇതിൽ പ്രതികളാക്കപ്പെട്ടവരിൽ ഇനിയും പരൽമീനുകൾ മാത്രമാണ് ഇപ്പോൾ പിടിയിലായത്, വമ്പൻ സ്രാവുകളെ പിടിക്കുമെന്നാണ്. ആ വമ്പൻ സ്രാവുകളെ തൊടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. തിരുവഞ്ചൂരിന്റെ പോലീസിനും കഴിഞ്ഞിട്ടില്ല, ചെന്നിത്തലയുടെ പോലീസിനും കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഒരു ഒത്തുതീർപ്പ് രാഷ്ട്രീയമുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ?
അതിൽ യാതൊരു സംശയവുമില്ല. ഒത്തുതീർപ്പ് രാഷ്ട്രീയം എന്ന് പറയുന്നത് UDF-ലെ ഒരു ഭാഗത്തുള്ള നേതാക്കന്മാരും LDF-ലെ നേതാക്കന്മാരും കൃത്യമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് പോയി എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ കൊല്ലത്തെ LDF-ന്റെ സമര രീതി പരിശോധിച്ചാൽ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായതുമാണ്. ഇനി അതിനെപ്പറ്റി നമ്മൾ വിശദമായി ചർച്ച ചെയ്തിട്ട് സമയം കളയേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നത് കൃത്യമായി കോടതിയുടെ വീഴ്ച, അതായത് വളരെ കൃത്യമായി ഇത്രയും പണം ചെലവാക്കിയിട്ടും, അതായത് എന്താ പറയാ, നമ്മളെ സാക്ഷികളെ വളരെ കൃത്യമായ രീതിയിൽ ഭീഷണി, നിങ്ങൾ കണ്ടതാണല്ലോ, വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരെ പോലും ഭീഷണിപ്പെടുത്തി മുന്നോട്ട് പോയിട്ടും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശിക്ഷിക്കപ്പെടുകയും ആ ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം മോഹനൻ മാഷ് പുറത്തു പോകാനുള്ള കാരണം എന്താണെന്ന് സമയപരിമിതിയുണ്ട്, ക്ഷമിക്കുക താങ്കൾ. വളരെയധികം നന്ദി TP ദിനേശൻ, വിനീഷ് K വിജയൻ, ഷാനവാസ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇന്നത്തെ ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.